ജേണൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ജേണൽ ചെയ്യും. അതായത് ടെക്നിക്കലും ജേണൽ ചെയ്യാം, അതായത് നിങ്ങളുടെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയെ പറ്റിയും ജേണൽ ചെയ്യാം. നിങ്ങളുടെ P&L അതായത് അക്കൗണ്ടബിലിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ റിക്വയർഡ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നിക്കൽ ജേണൽ എന്നൊരു കാര്യം ഒരു കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് ഫേസിൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ലൈഫ് ലോങ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എൻ്റെ ഗോൾഡിൻ്റെ സ്ട്രാറ്റജി ഞാൻ ഡെവലപ്പ് ചെയ്ത ഫേസിൽ എനിക്ക് ജേണൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അതിൻ്റെ ട്രയൽ ആൻഡ് എറർ നടത്തണം, ഏതൊക്കെ ടൈമിൽ ഇത് വർക്ക് ചെയ്യത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പക്ഷേ ഒരു ഫേസ് കഴിയുമ്പോൾ ഇപ്പോൾ 2 year പ്ലസ് ആയി, അപ്പോൾ ഇപ്പോൾ ഞാൻ ജേണൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല. കാരണം ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി ഞാൻ മാസ്റ്റർ ചെയ്തൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ആ രീതിയിൽ തന്നെ ചെയ്യാം. രണ്ടാമത്തെ കേസ് നമുക്ക് വരുന്നത് അക്കൗണ്ടബിലിറ്റി, അതായത് നിങ്ങളുടെ P&L ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. അത് ബിഗിനർ ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണ്. അതായത് നമ്മൾ എടുക്കുന്ന ട്രേഡ്സ്, അതിനകത്തുണ്ടാകുന്ന ലോസ്, കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് എക്സൽ ഷീറ്റിലോ കാര്യങ്ങളിലോ നോക്കാം, അല്ലെങ്കിൽ മന്ത് എൻഡിൽ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വേണമെങ്കിൽ നോക്കാം. അത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ട്രേഡ് ജേണൽ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഇമോഷൻസ് എന്തുകൊണ്ട് എൻട്രി ചെയ്തു, എന്തുകൊണ്ട് എക്സിറ്റ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ഓൺ ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ബിഫോർ സ്ക്രീൻഷോട്ട് എടുക്കുക, ട്രേഡ് എടുത്തതിന് ശേഷം വീണ്ടും സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ട്രേഡ് എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുക. ഡേ ബൈ ഡേ സേവ് ചെയ്ത് ഒരു മന്ത്ലി ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, 30 days അല്ലെങ്കിൽ 20 trading days ആകുമ്പോൾ എന്ത് ചെയ്യുക, മൊത്തത്തിലെടുത്ത് റിവ്യൂ ചെയ്യുക. ഇങ്ങനെ ഒരു 1 year ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജിയിൽ അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട്സ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒറ്റ സ്ട്രാറ്റജി തന്നെ മതി, പക്ഷേ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക, അറിഞ്ഞ് ചെയ്യുക.